വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്ന ടോപ്പിക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ് ആണ്. പ്രൈവറ്റ് കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരു ക്രിമിനൽ പ്രൊസീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് വഴികളാണുള്ളത്. ഒന്നെങ്കിൽ കൊഹിനൈസബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസ് ഓഫീസറിന് ഇൻഫോർമേഷൻ കൊടുക്കാം, പിന്നെ മജിസ്ട്രേറ്റിന് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഇവിടെ കൊഹിനൈസബിൾ ആയാലും കുഴപ്പമില്ല, നോൺ കൊഹിനൈസബിൾ ഒഫൻസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ മജിസ്ട്രേറ്റിന് ഒരു കംപ്ലൈന്റ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ നമുക്കത് ഓറലി അല്ലെങ്കിൽ റൈറ്റിംഗിൽ ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ ഈ കംപ്ലൈന്റിൻ്റെ അകത്ത് ഏത് വ്യക്തിയാണ് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിരിക്കണം. നമ്മുടെ മജിസ്ട്രേറ്റ് ഒരു ഒഫൻസിൽ കൊഹിനൈസൻസ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സെക്ഷൻ 223 കംപ്ലൈന്റ് എന്നെ എക്സാമിൻ ചെയ്യും. അതിനുശേഷം വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യും. എന്നിട്ട് ഈ എക്സാമിനേഷനിലുള്ള സബ്സ്റ്റൻസ് എല്ലാം കൂടെ റൈറ്റിംഗിൽ റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ റൈറ്റിംഗിൽ റെഡ്യൂസ് ചെയ്ത ഈ സബ്സ്റ്റൻസ് നമ്മുടെ കംപ്ലൈനന്റും വിറ്റ്നസും മജിസ്ട്രേറ്റും സൈൻ ചെയ്യും. നമ്മുടെ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഒരു ഒഫൻസിൽ കൊഹിനൈസൻസ് എടുക്കണമെങ്കിൽ അക്യൂസ്ഡിന് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുത്തിട്ട് മാത്രമേ നമ്മുടെ മജിസ്ട്രേറ്റ് ഒരു ഒഫൻസിൽ കൊഹിനൈസൻസ് എടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് റൈറ്റിംഗിലാണെങ്കിൽ കംപ്ലൈനന്റിനെ വിറ്റ്നസിനെയും എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല മജിസ്ട്രേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരു പബ്ലിക് സെർവൻറ്റ് തൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു കോർട്ട് ഒരു കംപ്ലൈൻറ്റ് മെയ്ഡ് ചെയ്താൽ അവിടെയും ഈ കംപ്ലൈൻറ്റിൻ്റെയും വിറ്റ്നസിനെയും എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 212 പ്രകാരം ഒരു മജിസ്ട്രേറ്റ് മറ്റൊരു മജിസ്ട്രേറ്റിന് ഒരു കേസ് കമ്മിറ്റ് ചെയ്യുകയാണ് ഇൻക്വയറിക്കോ ട്രയലിനോ വേണ്ടി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഈ രണ്ടാമത് ഏത് മജിസ്ട്രേറ്റിനാണോ കമ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ സെക്കൻഡ് മജിസ്ട്രേറ്റ് ഈ വിറ്റ്നസിനെയും അതുപോലെ തന്നെ കംപ്ലൈനന്റിനെയും റീ എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഈ മജിസ്ട്രേറ്റ് ഒരു പബ്ലിക് സർവൻറ്റ് തൻ്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നും പറഞ്ഞ് മജിസ്ട്രേറ്റിന് ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് എന്ത് സിറ്റുവേഷൻ മൂലമാണ് ഇങ്ങനെ ഒരു അല്ലഗ്ഡ് ഇൻസിഡൻറ്റിലേക്ക് ലീഡ് ചെയ്തത്, പബ്ലിക് സെർവൻറ്റിനെ ഈ ഒരു അല്ലഗ്ഡ് ഇൻസിഡൻറ്റിലേക്ക് ലീഡ് ചെയ്തത് എന്ന് കാണിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അതുപോലെ തന്നെ ഈ പബ്ലിക് സെർവൻറ്റിൻ്റെ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് ഈ പബ്ലിക് സെർവൻറ്റിൻ്റെ സുപ്പീരിയർ ഓഫീസറിനോട് ഈ ഇൻസിഡൻറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റും സർക്കംസ്റ്റൻസും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും പറയും. ഈ രണ്ട് കേസസ് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു പബ്ലിക് സെർവൻറ്റിനെതിരെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കോർട്ട് കൊഹിനൈസൻസ് ആ കേസിൽ എടുക്കത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഒരു പബ്ലിക് സെർവൻറ്റ് തൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പബ്ലിക് സെർവൻറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കും. എന്ത് സിറ്റുവേഷൻ ആണ് ഈ ഒരു അല്ലഗ്ഡ് ഇൻസിഡൻറ്റിലേക്ക് ലീഡ് ചെയ്തതെന്ന് കാണിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അതുപോലെ തന്നെ സുപ്പീരിയർ ഓഫീസറിനോട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഈ അല്ലഗ്ഡ് ഇൻസിഡൻറ്റിനെ പറ്റിയുള്ള ഫാക്റ്റും സർക്കംസ്റ്റൻസും എല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ കോർട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റിൻ്റെ മേലിൽ കൊഹിനൈസൻസ് എടുക്കത്തുള്ളൂ. If the complaint in writing has been made to a magistrate not competent to take cognizance of the case, he shall return the complaint for presentation to the proper court with an endorsement to that effect. If the complaint is not in writing, the magistrate shall direct the complainant to the proper court. സെക്ഷൻ 224 ഓഫ് സംഹിത പ്രകാരം ഇപ്പം മജിസ്ട്രേറ്റിന് ഒരു റൈറ്റിങ്ങിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടുകയാണ്. പക്ഷെ ആ കംപ്ലൈൻറ്റിൻ്റെ മുകളിൽ കൊഹിനൈസൻസ് എടുക്കാൻ മജിസ്ട്രേറ്റിന് അതോറിറ്റി ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പ്രോപ്പർ അതോറിറ്റി ഉള്ള ഒരു കോർട്ടിലേക്ക് മജിസ്ട്രേറ്റ് ഈ കംപ്ലൈൻറ്റ് പ്രസൻറ്റ് ചെയ്യും. ഇപ്പം റൈറ്റിങ്ങിലല്ല കംപ്ലൈൻറ്റ്, ഓറലി ആണ് കംപ്ലൈൻ്റ് എങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റ് പ്രോപ്പർ അതോറിറ്റി ഉള്ള ഒരു കോർട്ടിലേക്ക് ഈ കംപ്ലൈൻറ്റിനെ ഡയറക്റ്റ് ചെയ്യും. അതാണ് സെക്ഷൻ 224 ഓഫ് സംഹിത പറയുന്നത്.
പോസ്റ്റ്പോൺമെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസസ് സെക്ഷൻ 225 ആണ്. ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റിന് ഒരു കംപ്ലൈന്റ് കിട്ടി. ഓക്കെ, ആ കംപ്ലൈന്റിലുള്ള ഒഫൻസിൽ അദ്ദേഹത്തിന് കൊഗ്നീസൻസ് എടുക്കാൻ ഉണ്ട്. അദ്ദേഹത്തിന് ഓതറൈസ്ഡ് ആണ് ആ ഒഫൻസിന് കൊഗ്നീസൻസ് എടുക്കാൻ വേണ്ടി. പക്ഷേ ഈ ഒഫൻസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള അക്യൂസ്ഡ് ഈ മജിസ്ട്രേറ്റിന്റെ ജൂറിസ്ഡിക്ഷന്റെ പുറത്താണ് റിസൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്നെങ്കിൽ മജിസ്ട്രേറ്റിന് സ്വയമേ ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, ഇൻക്വയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനെ ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? ഈ കേസുമായിട്ട് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് മജിസ്ട്രേറ്റിന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. എന്താണ്? മജിസ്ട്രേറ്റിന് ഒരു കംപ്ലൈന്റ് കിട്ടുന്നു. ആ കംപ്ലൈന്റിന് കൊഗ്നീസൻസ് എടുക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിന് പവർ ഉണ്ട്. പക്ഷേ ഈ കംപ്ലൈന്റിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള അക്യൂസ്ഡ് മജിസ്ട്രേറ്റിന്റെ ജൂറിസ്ഡിക്ഷന് ബിയോണ്ട് ആണ്. ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഇൻക്വയറി നടത്താം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? ഈ കേസുമായിട്ട് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. ഏതൊരു സാഹചര്യത്തിലാണ് നമ്മുടെ മജിസ്ട്രേറ്റിന് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ഷന് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പൊ എന്താണ്? കംപ്ലൈന്റ് കോർട്ട് അല്ലാതെ വേറെ ഒരു പേഴ്സൺ ആണ് മെയ്ഡ് ചെയ്യുന്നെങ്കിൽ ആദ്യമേ കംപ്ലൈന്റിനെയും വിറ്റ്നസിനെയും എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമേ മജിസ്ട്രേറ്റിന് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? മജിസ്ട്രേറ്റിന് തോന്നുവാണ് ഈ കംപ്ലൈന്റിന്റെ ബേസിലുള്ള ഒഫൻസ് ട്രൈ ചെയ്യേണ്ട കോർട്ട് ഓഫ് സെക്ഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെയും മജിസ്ട്രേറ്റിന് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ ഒപ്പീനിയനിൽ ഈ ഒഫൻസ് എന്താണ്? ട്രൈബിൾ ബൈ സെക്ഷൻസ് കോർട്ട് ആണെങ്കിൽ മജിസ്ട്രേറ്റ് എന്താണ്? സെക്ഷൻ 225 പ്രകാരം കംപ്ലൈന്റിന്റെയും വിറ്റ്നസിനെയും എക്സാമിൻ ചെയ്തതിന് ശേഷം ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രം കോർട്ട് ഓഫ് സെക്ഷനിലേക്ക് കമ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ സഫിഷ്യന്റ് ഗ്രൗണ്ട് ഇല്ലെന്ന് പറഞ്ഞ ആ കംപ്ലൈന്റ് അവിടെ ഡിസ്ചാർജ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഡിസ്മിസൽ ഓഫ് കംപ്ലൈന്റ് ആണ്. നമ്മൾ ഈ മജിസ്ട്രേറ്റിന് കംപ്ലൈന്റിനെ വിറ്റ്നസിനെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ട് ആയിട്ട് തോന്നുകയാണ് ഈ കേസ് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സഫിഷ്യന്റ് ഗ്രൗണ്ട് ഫോർ പ്രൊസീഡിങ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ സെക്ഷൻ 226 ഓഫ് സംഹിത പ്രകാരം ആ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യാം. ഈ അണ്ടർ സെക്ഷൻ 226 ഓഫ് BNSS പ്രകാരം ഈ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്തു എന്നതുകൊണ്ട് അക്വിറ്റൽ അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ എന്താണ്? അക്യൂസ്ഡിനെതിരെ ചാർജ്ഡ് ആയിട്ടുള്ള ഓരോ ചാർജസ് ആൻസർ ചെയ്യാൻ വേണ്ടി അക്യൂസ്ഡ് കോർട്ടിൽ പ്രസന്റ് ആയിട്ട് പോലും ഇല്ല. അതുകൊണ്ട് ഇതൊരു അക്വിറ്റൽ ആയിട്ട് ഒരിക്കലും കണക്കാക്കത്തില്ല. ഇവിടെ എന്താണ്? നമുക്ക് വേണമെങ്കിൽ ഈ അക്യൂസ്ഡിന് ഈ കംപ്ലൈന്റിന്റെ എതിരെ ഫാൾസ് ചാർജ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അണ്ടർ സെക്ഷൻ 248 ഓഫ് BNS. പിന്നെ ഫയലിംഗ് ഓഫ് സെക്കൻഡ് കംപ്ലൈന്റ് ആണ്. ഇപ്പം അണ്ടർ സെക്ഷൻ 226 ഒരു ഫസ്റ്റ് കംപ്ലൈന്റ് മെയ്ഡ് ചെയ്തു. പിന്നെ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസിൽ സെയിം ഫാക്ടിന്റെ മുകളിൽ ഒരു സെക്കൻഡ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. പൂനംചന്ദ് ജെയിൻ വേഴ്സസ് ഫർസ്രു, it was held that there is no bar to the entertainment of a second complaint. സെക്കൻഡ് കംപ്ലൈന്റ് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരു ബാറും ഇല്ല. പക്ഷെ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസിൽ മാത്രമേ സെക്കൻഡ് കംപ്ലൈന്റ് എന്റർടൈൻ ചെയ്യാൻ പാടുള്ളൂ. എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസുകൾ എന്തൊക്കെയാണെന്നാണ് ഈ കേസിൽ കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. വേർ പ്രീവിയസ് ഓർഡർ വാസ് പാസ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് on a misunderstanding of the nature of the complaint, the order which was passed was manifestly absurd, unjust or foolish, where new fact which could not with reasonable diligence have been brought on the record in the previous proceeding. ഒന്നെങ്കിൽ എന്താണ്? നമ്മുടെ പ്രീവിയസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇൻകംപ്ലീറ്റ് റെക്കോർഡിന്റെ ബേസിസിൽ പാസ് ചെയ്ത ഒരു ഓർഡർ ആണ്. അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ കംപ്ലൈന്റിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അല്ലെങ്കിൽ എന്താണ്? ഈ പ്രീവിയസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഓർഡർ ആണ്, അൺജസ്റ്റിസ് ആണ് ഈ ഓർഡർ മൂലം റിസൾട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്? പ്രീവിയസ് പ്രൊസീഡിങ്ങിൽ ഒരു
റീസണബിൾ ഡെലിഗൻസ് ഇല്ലാതെ ഒരു പുതിയ ഫാക്റ്റ് ബ്രോട്ട് ചെയ്തു. ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസിൽ മാത്രമേ ഒരു സെക്കൻഡ് കംപ്ലൈന്റ് എന്റർടൈൻ ചെയ്യത്തുള്ളൂ. Effect of dismissal. A dismissal of complaint under this section amount to legal determination of complaint. The magistrate has no power either to review or recall the order of dismissal. Even the complaint which has already been dismissed for default cannot be revived by recalling the order of dismissal. ഒരു കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റിന്റെ ഡിറ്റർമിനേഷൻ ആണ് അവിടെ, ലീഗൽ ഡിറ്റർമിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഒരിക്കൽ ഒരു കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ ഓഫ് ഡിസ്മിസിൽ മജിസ്ട്രേറ്റിന് റിവ്യൂ ചെയ്യാനോ റീകോൾ ചെയ്യാനോ പറ്റത്തില്ല. ഈവൻ ദോ ഒരു കംപ്ലൈന്റ് ഡിഫോൾട്ട് ഒരു തെറ്റ് പറ്റി ഡിസ്മിസ് ചെയ്താണെങ്കിൽ പോലും ആ ഓർഡർ ഓഫ് ഡിസ്മിസിൽ റിവ്യൂ ചെയ്യാനോ റീകോൾ ചെയ്യാനോ മജിസ്ട്രേറ്റിന് പറ്റത്തില്ല. ഇത് തന്നെയാണ് നമ്മുടെ ബിന്ദേശ്വരി പ്രസാദ് വേഴ്സസ് കാളി സിംഗ് എന്ന് പറഞ്ഞ കേസിന്റെ അകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക്